കാണുന്നത് മനോഹരമായ കാഴ്ചകൾ. ഇനി കാണുവാനുള്ളത് അതിലും അതിമനോഹരമായ കാഴ്ചകൾ. പാഞ്ചാലിമേട് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ പച്ചപ്പിൽ മനോഹരിയായി തീർന്ന മൊഞ്ചത്തിയായ ഒരു ഹിൽ സ്റ്റേഷനാണിത്. പ്രകൃതി സൗന്ദര്യവും പുരാണപരമായ പ്രാധാന്യവും സമന്വയിപ്പിക്കുന്ന ഒരു അടിച്ചാമ്പൊളി വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പാഞ്ചാലിമേട്. ഇടുക്കി ജില്ലയിലെ പെരുമതനം പഞ്ചായത്തിലെ കുട്ടിക്കാനം സമീപമാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പാഞ്ചാലിമേട്ടിലേക്കുള്ള യാത്രയിൽ തന്നെ കണ്ണിനെ കുളിരണിയിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടായിരുന്നു യാത്ര. എന്തായാലും പ്രകൃതിയോട് ഇണങ്ങി സുന്ദരിയായി തീർന്ന ഒരു ഗ്രാമം, അതുപോലെ തന്നെ അവിടുത്തെ ഗ്രാമവാസികളും. എന്തായാലും സുന്ദരിയായ ആ മൊഞ്ചത്തിയെ നമുക്കൊന്ന് കണ്ടാലോ? നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ കാണുന്നു എന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം. നിന്റെ സ്നേഹത്തിൽ ഞാൻ കാണുന്നു എന്റെ ഹൃദയത്തിന്റെ സമാധാനം. നിന്റെ കണ്ണീരിൽ ഞാൻ കാണുന്നു എന്റെ പ്രണയത്തിന്റെ പ്രതിബിംബം. നിന്റെ ചിരിയിൽ ഞാൻ കാണുന്നു എന്റെ ഹൃദയത്തിന്റെ സംഗീതം. നമസ്കാരം. ജിജെ ട്രെൻഡ്സ് ആൻഡ് വൈബ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട്ടിലാണോ. കാന്തല്ലൂർ മറയൂർ പ്രദേശങ്ങളോട് അടുത്താണ് ഈ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാതെ ശീതളമായ ഒരു കാലാവസ്ഥയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പാഞ്ചാലിമേട്ടിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1125 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് മഹാഭാരതത്തിലെ പാഞ്ചാലി ഇവിടെ വന്ന് വിശ്രമിച്ചിരുന്നതായിട്ട് ഒരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വരാൻ കാരണമെന്നാണ് ചരിത്രം നമ്മളോട് സാക്ഷ്യപ്പെടുന്നത്. ഈ പാഞ്ചാലിമേടിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിവരണം. കാഴ്ചകൾ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പുതുതായും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുൻപിൽ ജിജെ ട്രെൻഡ്സ് ആൻഡ് വൈബ്സ് അവതരിപ്പിക്കുന്നു. ഇവിടെ പ്രവേശനത്തിന് 15 രൂപയാണ് ഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവർക്കും കുട്ടികൾക്കും ഫീസിൽ ഇളവുണ്ട്. ഇതൊരു മാലിന്യമുക്ത ഗ്രാമമാണ് കേട്ടോ, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് വിമുക്ത ഗ്രാമം. അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് 10 രൂപയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ കാണിക്കുമ്പോൾ നമ്മൾ അടച്ച 10 രൂപ തിരിച്ചു കിട്ടും. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ മാലിന്യമുക്തമായത്. ഇവിടെയുള്ള ഓരോ ചെറു കെട്ടിടങ്ങൾ പോലും ഒരു ഏൻഷ്യൻ്റ് തീമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ടൂറിസ്റ്റുകൾക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലും നിർമ്മിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കുവാനുള്ള സെൽഫി പോയിന്റും മറ്റ് പ്രത്യേക സ്ഥലങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക വൈബ് ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല കേട്ടോ. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശമാണിത്. പണ്ട് പുരാതന കാലത്ത് പാഞ്ചാലി ഇവിടെയുള്ള ഒരു കുളത്തിൽ കുളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആ കുളമൊന്നും ഇപ്പോൾ കാണുവാൻ സാധിക്കില്ല കേട്ടോ. നടന്ന് നമുക്ക് അങ്ങ് ദൂരെ പോകാം. പ്രകൃതിയുടെ സൗന്ദര്യവും മണവും ആസ്വദിച്ച് നടക്കുന്നത് കൊണ്ട് നമുക്ക് മടുക്കില്ല. കുറച്ചു ദൂരം പിന്നിട്ടു. അത് കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം കാമുകന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളായിരുന്നു. നാണിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ തിരികെ നടന്നു. പ്രണയത്തിന്റെ പ്രതിബിംബം നിന്റെ ചിരിയിൽ ഞാൻ കാണുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷനിൽ ഒന്നാണ് പാഞ്ചാലിമേട് എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും ഒരു വലിയൊരു മലയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഏറനാടിൻ്റെ ഭാഗമായും മലബാർ മേഖലയിൽ പത്തിരിപ്പാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി ഭംഗിയുള്ള പ്രദേശമാണിത്. ഇവിടെ കാണപ്പെടുന്ന കുന്നുകൾ പച്ചപ്പും സ്ഥിര നിശബ്ദതയും നിറഞ്ഞ
പ്രകൃതിദത്ത ഉയര ഭാഗങ്ങളാണ്. സംഗീതം ഈ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കാണാൻ നല്ല മനോഹരമായ കാഴ്ചകൾ, നല്ല തണുത്ത കാലാവസ്ഥ, ഒരുപാട് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, നല്ല ഭംഗിയാണ്ടോ. എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം പൂത്ത മരങ്ങളെന്ന് പറഞ്ഞ പോലെ എവിടെയെല്ലാം തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നല്ല പച്ചപ്പാർന്ന നല്ല രസം. പാഞ്ചാലിമേടിലെ കുന്നുകൾ ചെറിയ മലകളെയോ പാറക്കെട്ടുകളെയോ അനുസ്മരിപ്പിക്കുന്നു. വൻ വൃക്ഷങ്ങളും ചുറ്റും കാടുകളും കൊണ്ട് ഇവ പ്രകൃതി ചിത്രങ്ങൾ പോലെ തോന്നും. ഈ കുന്നുകൾ സന്ദർശകർക്ക് പ്രകൃതി ദർശനത്തിനും യാത്രാസുഖത്തിനും ഏറ്റവും അനുയോജ്യമാണ്. കാലാവസ്ഥ ശാന്തവും തണുപ്പുള്ളതുമാണ്. അതിനാൽ കുന്നുകളിൽ നിന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം നമുക്ക് ലഭിക്കും. ഈ പ്രദേശം മഹാഭാരത കഥകളുമായി ബന്ധപ്പെടുത്തിയ ഒരു പൗരാണിക പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിരിക്കുന്നു. അതിൽ നിന്നാണ് പാഞ്ചാലിമേട് എന്ന പേരും വന്നിരിക്കുന്നത്. ജിജെ ട്രെൻഡ്സ് ആൻഡ് വൈബ്സിൻ്റെ ഈ സുന്ദരമായ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ. അടുത്തൊരു സ്ഥലത്തിൻ്റെ വിവരണവുമായി ഉടനെ വരാം. ഗുഡ് ബൈ. സംഗീതം നിന്റെ കൈകളിൽ